ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊച്ചു കുട്ടികളിൽ പോലും കാണപ്പെടുന്നുണ്ട്. അതായത് ഇതിപ്പോൾ ഒരു 2 ആഴ്ച ആയ ഒരു സംഭവമാണ്. ഞാനതിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാനിപ്പോൾ നോക്കി വന്നപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷോർട്ട് വീഡിയോ വീണ്ടും കാണാനിടയായി. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് ഒന്നുകൂടി പറയണമെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് ഇപ്പോൾ ചിൽഡ്രൻസ് ഹോമിൽ തന്നെ 2 കുട്ടികൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. 15-കാരൻ 17-കാരനെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു എന്നുള്ളൊരു വാർത്ത. അവർ തമ്മിലുണ്ടായ തർക്കമായിരുന്നു അതിന് കാരണം എന്നൊക്കെ. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴാണ് അറിയാൻ സാധിച്ചത്. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ തർക്കം ഉണ്ടായി. ആ ഒരു തർക്കത്തിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ 15 വയസ്സുള്ള കുട്ടി 17 വയസ്സുള്ള കുട്ടിയുടെ കൂടെ പറയുകയാണ്, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുകയാണ്. നീ എന്തെങ്കിലും ഫേസ് വാഷ് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറയുന്നു, ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉപയോഗിച്ചിട്ടല്ല എന്ന് പറയുന്നു. അതേ ചൊല്ലി ഇവർ തമ്മിൽ ഭയങ്കര തർക്കം ഉണ്ടാവുകയാണ്. തർക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് മറ്റേ 15-കാരനെ 17-കാരൻ മുഖത്ത് ചുണ്ടിൽ അങ്ങോട്ട് അടിക്കുകയോ ചെയ്യുകയാണ്. അങ്ങനെ ഈ ചുണ്ട് പൊട്ടിയ അടയാളം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം പുള്ളി പല്ല് തേക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. പല്ല് തേക്കാൻ പറ്റാത്തതായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ തന്നെ ഈ പയ്യൻ എന്ത് ചെയ്യുന്നു, പയ്യനാകെ കലിപ്പ് വരികയാണ്. പയ്യൻ നേരെ ചെന്നിട്ട് അവിടുത്തെ റൂമിലെന്ന് പറയുന്നത് അവിടുത്തെ ഓഫീസേഴ്സ് റൂമിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ചുറ്റിയിലെടുക്കുകയാണ്. എന്നിട്ട് അത് കൊണ്ടുവന്ന് ഈ 17-കാരൻ്റെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നുകയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്ക്. ശരിക്കും ഇവിടെ വലിയൊരു വീഴ്ച പറ്റിയിട്ടുള്ളത് ആ ഒരു ചിൽഡ്രൻസ് ഹോമിലുള്ള അധികൃതർക്ക് ഒരുപാട് വലിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അതായത് ഈ ചുറ്റിയിലും സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് എടുക്കാൻ പറ്റത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ കാണത്തക്ക രീതിയിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്നത് തന്നെ അവരുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ തെറ്റാണ് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ആ ഒരു തെറ്റിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ ഒരു കുട്ടി ഇങ്ങനെ ഒരു കുട്ടി കൊലപാതകയായി മാറിയതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, പെട്ടെന്ന് കയ്യെത്തുന്നത് കണക്കാണോ ഇതൊക്കെ കൊണ്ട് വെക്കേണ്ടത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ഒരിക്കലും കാണാത്ത രീതിയിലല്ലേ വെക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ ചങ്ക് കത്തിപ്പോവുകയാണ്. കുട്ടികൾക്കൊക്കെ എവിടെ നിന്ന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി ഇതുപോലെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി.